ആരാണ്ട എന്നെ പിടിച്ച് കെട്ടിട്ട്? നായികയുടെ മുടി ഒറിജിനലാണോ വിഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ. ഏത് സിനിമാക്കാരൻ പോർക്കടാ പന്നി പ്രാഞ്ചിനെ കെട്ടിട്ടത്? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുന്നാരിക്കണോ? ഞാൻ വലിച്ചില്ല. പോർക്കെന്നോണ പറയണ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. പാണ്ടിക്കാരും ഉണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിയുടെയൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരൻ ആരടാ? വാടാ അവൻ ചൊവ്വന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലയും കുത്തി ആടാ പതി പറയണത്. അത് നേരം ചൊവ്വേ. വേണ്ട വേണ്ടട്ടാ വേണ്ട. ഓട്ടമാഷേ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ? നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ? സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. Here we go, watching the big show. Tripping in the river, but I tell you the dirty. Right to left to right, it's gonna be alright. Honey, you might leave the dirty. It's gonna be the best time. Tripping in the river, tripping in the river. अरे सारे कुत्ते की बच्चे, 1947 में यरवदा जेल में सुप्रिंटेंडेंट ने गांधी जी को बुरी तरह पीटा। आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष पृथ्वी तल पर उत्पन्न हुआ था। मामा जी आइए, बैठिए, अखबार पढ़िए। कुत्ते कमीने, गाय हमको दूध देता है, पालतू जानवर कुत्ते। ചോറിച്ചിൽ വന്ന ഓയിന്റ്മെന്റ് തന്നെ തേക്കണോടാ ഓണാപ്പച്ചാരെ. സ്റ്റണ്ട് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ളത് നിന്റെ അച്ഛന്റെ പേരാണോടാ? ശശി. അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്നത്. കരാട്ടയും കുറുവിളിത്തല്ലുമായിട്ട് കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ, സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോന്നും ഞങ്ങൾ നോക്കിയാല സകലവനും മേടിക്കും. നല്ല പാടക്കം പൊട്ടുന്ന അടി. അരെ ഓ സാമ്പ വേണ്ടയടിച്ചാൽ തൊണ്ടേ കെട്ടോടാ പാണ്ടിക്കാര. കേട്ടോ? Tripping in the river, tripping in the river. But I tell you the dirty. It's gonna be the best time. Honey, you might be bully, you better. എന്തൊരു കീറാണാ പാഞ്ചിയത്? ഇത് വല്ലൊരു കീറാണാ? നമ്മുടെ ബോംബെയുടെ കീറലായിരുന്ന. അത് കറക്റ്റ്. അത് പറയുമ്പോ കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചു നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും. അത് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തോരനുണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കെന്ന് കാണിച്ചു കൊടുത്തേ.
अरे वो सांबा आप तो गोली खाओ. കള്ളത്തോക്കായിരുന്നല്ലേ? കള്ളത്തോക്കായിരുന്ന എടാ ബോംബെ ആക്ടിങ് ആയിരുന്നല്ലേ? നീ ബോംബെക്കാരനല്ലടാ, ആറ്റം ബോംബ്, ആറ്റം ബോംബ്. ഇനി കൊച്ചിയിൽ നമ്മളൊരു കലക്ക് കലക്കും. കൊച്ചി മാത്രമല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പരമ്പുകാട്, പാടം മുരിക്കുംപാടം വല്ലാതെ വയറ്റിലെ വൈപ്പിങ് കയറാം. കണ്ണമാലി, കടമക്കുടി, കുമ്പളങ്ങി, തേവര, തമ്മനം, തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ എന്താണ് ബായി? ഫോൺ ചെയ്യാൻ വന്നതാ. മൊബൈൽ ഇന്നലെ കളിക്കിടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാലെന്താണ്, 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഫോട്ടോ ഒന്നുമില്ലേ? ഒരു നല്ല ഓട്ടം കിട്ടി, അപ്പം നിർത്തി മടുത്തിട്ടേ റെസ്റ്റ് ആണ്. ആശാനവിടെ ദാഹിച്ചിരിപ്പുണ്ട്. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ലോ. ആരാ? പുതിയ പയ്യന്മാരാണ്. മൊട്ടയെന്ന് വിരണിക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയിൽ മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തുണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞു വരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടിലെ സിനിമാക്കാര് എന്ത് ചെയ്യുമായിരുന്നു? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് കിടപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഇത് മലയാളം പടം. ഞാനിപ്പോ വരാം. എവിടെ പോണു? ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിൽ ഐസിറിനേക്കുമ്പോ വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. എത്രാമത്തെ തവണയാണ് എടുപ്പിക്കണം. ഇതിലും ബെസ്റ്റായിട്ടൊന്നും ഉമ്മ അഭിനയിക്കുമല്ലോ. ഷറഫേ, ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഇയാൾക്ക് എന്താ ആലോചിച്ചത്? ജയകാന്ത, മാഷങ്ങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ? മാഷ് എന്ത് പണിയെ കാണിച്ചേ? കയ്യും കാലും തല്ലി ഓടിച്ചനെ കണ്ട അവരിപ്പ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവ് തരെ നേരെയായിട്ടില്ല. നടനാവണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കൂടെ പോയി ചേരുവോ? പക്ഷെ വിവേക് ഒബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ അത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനിടയില്ല മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയാൻ കണ്ട സമയം അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയൊരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. ജയകാന്ത ചാൻസ് തപ്പിയെടുത്ത മാഷ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ, സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? ഷറഫേ, എന്താ ഇവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും സാർ. എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കണോ? ഒരു അബദ്ധം പറ്റിപ്പോതാണ് സാർ. ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട. ഒരു വേഷം കിട്ടാൻ വേണ്ടിയല്ല സാറേ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഷൂട്ടിനിടയ്ക്ക് ശല്യം ഉണ്ടാക്കരുത് രാജു. അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല. മനസ്സിലായോ സാർ? അങ്ങനെ പറയും. എന്റെ പാവത്തൻ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്ന്. സാർ പ്ലീസ്, സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റണോ? വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കണ സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കടോ. നാടോ, നമ്മുടെ അടുത്ത പടേ സൂപ്പർമാൻ 5ാം പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ? ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ.
ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോകും.